ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാണ്. അപ്പോൾ ഒക്കെ വീഡിയോയിലോട്ട് പോയാലോ? അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് മക്കൾ അവിടെ ഇരുന്ന് കളിക്കൊടുക്കാൻ നോക്കിയിട്ട് പടം വരെയാണേ. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് പടം വരയ്ക്കട്ടെ. ഒരാൾ ഇതെങ്ങനെ കുളമാക്കാമെന്ന് ഓർത്ത് അടുത്തിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ പടം വരയുടെ ഇടയ്ക്ക് പിന്നെ രണ്ടുപേരും കൂടെ കുഞ്ഞടിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞ് രണ്ടുപേരും കൂടെ വന്ന് പിണങ്ങി കിടക്കുന്നതാണ്. പിന്നെ കുറച്ച് നേരം അവരുടെ പിണക്കൊക്കെ മാറ്റി പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ നിൽക്കുന്നു നമ്മുടെ പണ്ട് നമ്മൾ പി ഉണ്ടായിക്കൊണ്ടിരുന്ന പയറിൻ്റെ പൂവ്. പിന്നെ വിചാരിച്ചു ഇത് വെച്ച് മക്കളെ ഒന്ന് പി ഉണ്ടാക്കി കാണിക്കാനേ. അങ്ങനെ ഞാനത് വെച്ച് ഒന്ന് പി ഉണ്ടാക്കുവാണ്. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പി ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്കിങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നല്ലേ പണ്ടത്തെ കളികൾ. സ്കൂൾ വിട്ട് വരുമ്പം അങ്ങനെ നമ്മുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എമ്മാനത് കേട്ടിട്ട് നോക്കുവാണേ. പിന്നെ ഡൂടുകൂട്ടം പുതിയ ചെരുപ്പൊക്കെ വാങ്ങി എമ്മാനച്ചരോടെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആശം തന്നെ നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തുകൂടെയൊക്കെ നടന്നിട്ട് പിന്നെ ഷീറ്റ് വിരിച്ചിടാനുണ്ടായിരുന്നേ. മക്കൾക്ക് ക്ലാസ്സില്ലാത്ത ദിവസം പണികളൊക്കെ ചെയ്യാൻ കുറച്ച് മടിയല്ലേ. അല്ലാത്ത ദിവസം രാവിലെ ഈ പണികളൊക്കെ കഴിയും കേട്ടോ. മക്കൾക്ക് ക്ലാസ്സിലെ കുറച്ച് നേരം താളം തുള്ളി അവരുടെ പുറകെയൊക്കെ ഇങ്ങനെ നടക്കുമല്ലേ. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ? അങ്ങനെ ഷീറ്റ് വിരിച്ചിടുക കേട്ടോ. അങ്ങനെ നമ്മൾ ഷീറ്റ് വിരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ നേരത്തെ മക്കളും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ പുറത്ത്. മക്കളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ പുറകെ ഉണ്ടാവും അല്ലേ വൈകുന്നേരം വരെ എല്ലാത്തിനും. അങ്ങനെ ഷീറ്റ് വിരിച്ചിട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു പഴം കഴിക്കുക കേട്ടോ. അങ്ങനെ ഇവർ കൂടെ ഉള്ളപ്പോൾ സമയം പോകുന്ന അറിയില്ല കേട്ടോ. ഇവർ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഡൂഡും തന്നെയാണ്. അങ്ങനെ ഡൂഡുവിനെ ഉറക്കാനായിട്ട് കിടത്തിയേക്കോ കേട്ടോ. വലിയ പരിഭവത്തില്ല, കാരണം ചേട്ടന്മാരുള്ള ദിവസം ഉറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ഡൂഡുവിന് ഒരു എത്തി ഉറക്കി കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് തുണിയൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നേ. അങ്ങനെ വേഗം വേഗം തുണിയൊക്കെ വിരിച്ചിടുക കേട്ടോ. ഈ തുണി അലക്കൽ വലിയ കുഴപ്പമില്ലല്ലേ, ഈ വിരിച്ചിടൽ മടക്കൽ ഇതൊക്കെ ഒരു മടിയുള്ള പണിയാണ് കേട്ടോ എനിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ എമ്മാനും ബേബിക്കോട്ടും നട്ട പയറേൽ ഇതാ കാ പിടിച്ചിട്ടുണ്ടേ. പിന്നെ ഇത് കണ്ടോ നമ്മുടെ മാവ് പൂത്തിട്ടുണ്ട് കണ്ടോ, മാവേ നിറച്ചും പൂവായിട്ടുണ്ട്. പിന്നെ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് പോകാം കേട്ടോ, പറമ്പിലോട്ട്. ഒരു വിശേഷപ്പെട്ട സാധനം പറിക്കാനാട്ടോ. നമുക്ക് എന്നാന്ന് പോയി കണ്ടാലോ? അങ്ങനെ നമ്മൾ പറമ്പിലെത്തിയിട്ടുണ്ടേ. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം കേട്ടോ, കാന്താരി. കഴിഞ്ഞ ദിവസം ചേട്ടായി പറഞ്ഞു പറമ്പിൽ ഇങ്ങനെ കാന്താരി ഉണ്ടായി നിൽപ്പുണ്ടെന്നേ. അപ്പം നമ്മളത് പറിക്കാനായിട്ട് വന്നു കേട്ടോ. കണ്ടോ നല്ല മുന്തിരിക്കൊല പോലത്തെ കാന്താരി. ഇത് നട്ടതല്ല കേട്ടോ, പക്ഷി കാഷ്ടിച്ചെങ്ങാണ്ടിട്ട് തന്നെ ഉണ്ടായതാണ്. അപ്പം നമുക്ക് ഇത്രയും കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കിടക്കുന്ന കാണാൻ. അങ്ങനെ കാന്താരിയൊക്കെ പറിച്ച് ഞങ്ങളും എല്ലാം വീട്ടിലോട്ട് ഇറങ്ങി പോവാം കേട്ടോ. അങ്ങനെ കുറച്ച് താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ. കാന്താരിയൊക്കെ പറിച്ച് ഞങ്ങൾ നല്ല ആടിപ്പാടി വീട്ടിൽ പോവാണേ. നോക്കിയാൽ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന പൂക്കളാണേ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. ശരിക്കും കാട്ടുപൂക്കൾ എത്ര ഭംഗിയുള്ള പൂക്കളുണ്ടല്ലേ. ഇത് കണ്ടോ നമ്മുടെ കപ്പളത്തെ നിറച്ചും കപ്പളങ്ങ പഴുത്തതൊക്കെ കിടക്കുന്നത്, ചെനച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു ചേട്ടായി വന്നിട്ടാണ് അത് പറിക്കാനേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡൂടുകൂടിന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ രണ്ടുപേരും കൂടെ സ്നേഹപ്രകടനമാണ്. പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് പയർ അരിയാനുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളവിടെ ഇരുന്ന് പയർ അരിയും കേട്ടോ. ബേബി അതിനിടയ്ക്ക് പല കോക്കലുകളും കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ പയറരിയിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഡൂടുകൂട്ടിന് കുറുക്ക് കൊടുക്കാനിരുന്നു കേട്ടോ. അപ്പം എമ്മാനും ബേബിയും പറഞ്ഞ് അവർക്കും വേണമെന്ന്. പിന്നെ അവർ കഴിക്കുന്നത് കണ്ട് കഴിയുമ്പം ഡൂഡുവിന് ഭയങ്കര ഇൻട്രസ്റ്റാണ് കഴിക്കാനേ. അങ്ങനെ 3 പേർക്കും കൂടെ അവിടെ ഇരുന്ന് അമൃതം പൊടി കുറുക്കൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഡൂഡു ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കൂട്ടനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന നോക്കി ചാഞ്ഞ് കിടക്കുക കേട്ടോ. അവരുടെ വയറൊക്കെ നിറച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടിച്ചു വാരുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്ന് അടിച്ചു വാരിയതാണ്. ഇവർ വീട്ടിലിരിക്കുന്ന ദിവസം ഈ അടിച്ചു വാരലും തുടയ്ക്കലും 2 വട്ടലും തുടയ്ക്കണം കേട്ടോ. എന്നാലേ കൊച്ചുള്ളതല്ലേ. അങ്ങനെ വേഗം എല്ലാം ഒന്ന് അടിച്ചു വാരും കേട്ടോ. ഇവർ വീട്ടിലിരിക്കുന്ന ദിവസം പേപ്പർ മുറിച്ചിടും. പിന്നെ കളർ കടലാസ്, ക്രയോൺസ്, അങ്ങനത്തെ അതിൻ്റെ പൊട്ടുകളും പൊടികളും കല്ല് പെൻസിലും ഒക്കെ ഉണ്ടാകും കേട്ടോ. ഡൂഡു ഇപ്പം എല്ലാം വായിലെടുത്തിരുന്ന സമയമല്ലേ, അതുകൊണ്ട് വേഗം ഒന്ന് അടിച്ചു വാരി പിന്നെ ഒന്ന് തുടച്ചു കേട്ടോ. ആ സമയത്ത് ഡൂഡു അവിടെ ചേട്ടായിമാരോടെ കട്ടിലായിരുന്ന് കളിച്ചോളും കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഒന്ന് തുടച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കണ്ടേ. അപ്പം മോരുകറി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പയറുതോരൻ ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്തം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ കുറച്ച് സാലഡും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ കസാരയൊക്കെ വെച്ച് ഭയങ്കര ബസ്സോടിക്കലാണ് കേട്ടോ. അപ്പോൾ അവരുടെ കളികളൊക്കെ കഴിഞ്ഞു, അവർ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞാനും ചോറിനാൻ പോകണേ. അപ്പോൾ ടാറ്റാ.